ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും ആണ്. ഈ ബീട്രൂട്ട് നല്ല വലുപ്പമുണ്ട്, അപ്പോൾ അത് വേണ്ട, ഹാഫ് മതി. ഹാഫ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്കത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ പീലർ വെച്ചിട്ടാണ് ആക്കുന്നത്. എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ ഇഷ്ടം. നമുക്ക് കത്തിയായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടാണ് ആക്കേണ്ടത്. ബീട്രൂട്ട് ഞാൻ ഹാഫ് അല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഭാഗം മാത്രം തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതേപോലെ തന്നെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബീട്രൂട്ടും അത് തൊലി കളഞ്ഞെടുത്തു. ഇനിയിപ്പോൾ ഞാൻ അത് രണ്ടും വാഷ് ചെയ്ത് വന്ന് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം ചെറിയ ചെറിയ പീസ് വലുതാകുമ്പോൾ അരയാൻ കുറച്ച് പണിയാണ്. ഇത് സ്മൂത്തായിട്ട് അരിഞ്ഞിട്ട്, അപ്പോൾ അതിനായിട്ട് ചെറിയ പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസിൽ വെച്ചിട്ട് വിറ്റാമിൻ കൂടുതലുള്ളതും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന രണ്ട് വെജിറ്റബിളാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടും കേട്ടോ. അപ്പോൾ കഴിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിനുശേഷം ഒരു നാരങ്ങയുടെ ഹാഫല്ല ഒരു വലിയൊരു നാരങ്ങയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം അതിന് ഒരുപാട് നീരലുണ്ട് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ, ചെറിയ നാരങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫും ഫുള്ളായിട്ട് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതിന് തന്നെ ഒരുപാട് നീരുണ്ടാകും. വലിയൊരു നാരങ്ങയാണ്, അതിൻ്റെ ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഒരുപാട് വെള്ളം വേണ്ട, അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒരു തരി പോലും ഇല്ലാതെ അരച്ച് കൊണ്ടുവരണം. എല്ലാം ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അരിക്കുന്നില്ല, അരിക്കാതെ തന്നെ കുടിക്കുന്നത് ഏറ്റവും നല്ലത് അരിക്കാതെ കുടിക്കുന്നതാണ്. പിന്നെ ഞാനിതിൽ ഹണിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തേന എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം. പക്ഷേ അത് ആഡ് ചെയ്യാതെ ഇങ്ങനെ ഫ്രഷ് കുടിക്കണം, അതാണ് നല്ലത്. ഒരു വിറ്റാമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ ക്യാരറ്റിലും ബീട്രൂട്ടിലൊക്കെ. അപ്പോൾ നമ്മൾ അത് ഇടയിലേക്ക് കുടിക്കുകയാണെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ഉണ്ടാവും. പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ ഭയങ്കര ഗുണം ചെയ്യുന്നതാട്ടോ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ. പക്ഷേ അവർ ചമർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. അത് നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കും ഈ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം കുടിക്കാൻ പറ്റില്ല, ഒരു ദിവസം ഗ്യാപ്പ് ടൈം നിങ്ങൾ കുടിക്കാൻ നോക്കുക. വെറും വയറ്റോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുന്ന ആ സമയത്തോ കുടിക്കാൻ നോക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.